ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരേ സമയം രണ്ട് ചിന്തകളുണ്ട് എന്ന് കാണുന്നുണ്ട്. പോസിറ്റീവായതും നെഗറ്റീവായതുമായിട്ടുള്ള ചില ചിന്തകൾ അവരുടെ ആ ഒരു ഫീലിങ്സിലൂടെ കടക്കുന്നതായിട്ട്, അതായത് അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരിക്കേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ ക്ഷമയോടുകൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർ ഈ ഒരു പ്രണയ കാര്യത്തിൽ ഒട്ടും തന്നെ അവർ ആ ഒരു പ്രണയം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാര്യങ്ങളൊന്നും മറ്റൊരാളോട് പറയാനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിരിച്വലി ചിന്തിക്കുന്നത്, സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നത് എന്ന് കാണുന്നുണ്ട്. അവർക്ക് അതിലൂടെയുള്ളൊരു സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാകുന്നുണ്ട്. സോ അവർ കൺഫ്യൂസ്ഡ് ആവുന്നതോടൊപ്പം തന്നെ അവർ ടോട്ടലി ചേഞ്ച് ആവാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. മേ ബി അവർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചേഞ്ച് കാര്യമായ രീതിയിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പ്രണയ കാര്യത്തിലാണെന്നുള്ളതാണ്. അത് അനുകൂലമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാരണം അവരുടെ ജീവിതത്തിൽ ചില ഇൻസെക്യൂരിറ്റീസ് ഇപ്പോഴുണ്ട്. ചിലപ്പോൾ അവർ എന്തെങ്കിലും സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ അവരൊരു യാത്ര പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവാം. ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ടാവാം, എബ്രോഡ് ആയിരിക്കാം. അങ്ങനെ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. അത് ഫോഴ്സ്ഫുള്ളി, അതായത് അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് ഈ ഒരു സമയത്തിൽ നിന്നും അകന്നു പോകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എബ്രോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുന്നൊരു സമയമാണ്. ഒത്തിരി പേർക്കും അങ്ങനെ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. ആൻഡ് അപ്പോൾ അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓൾറെഡി അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ ഒരു പോസിബിലിറ്റിയും ആകാം. എന്ത് തന്നെയായിരുന്നാലും ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് അവർ എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നു. ശരിക്കും അതാണ് ആ ഒരു മീനിങ് നമുക്കിവിടെ കിട്ടുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യമാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒട്ടും തന്നെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവരൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത് പോലെ, ഒരു ശൂന്യതയിലേക്ക് ഇരിക്കുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ പ്രതിബന്ധം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെപ്പറേഷനിൽ പോകാൻ കാരണമായിരിക്കുന്നത്. തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണുന്നത് അവർക്ക് മുന്നിലുള്ള ആ ഒരു സ്ട്രഗിൾസ് തന്നെയാണ്.
ഓക്കെ, അവർ ആ ഒരു സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്, അതൊരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് ആയിട്ടൊക്കെ മുന്നോട്ട് പോയ റിലേഷൻഷിപ്പിൽ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു മാറ്റർ നമുക്ക് ആ ഒരു ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു മാറ്റർ വന്നിട്ടുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സാഹചര്യം അവരെയും നിങ്ങളെയും സെപ്പറേഷനിലേക്ക് എത്തിച്ചതും. ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാവാൻ, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടുള്ള കാരണവുമാകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളോട് എന്തോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ അവർ നിങ്ങളെ കണക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ശ്രമങ്ങളിലാണ്. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ്സാവുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയവും അവർക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, അവരൊരുപാട് കൺഫ്യൂസ്ഡാണ് ഈ പ്രണയ കാര്യത്തിൽ. കാരണം അവർക്ക് ഏത് പാത്തിലൂടെയാണ് നിങ്ങളിലേക്ക് വരേണ്ടത്, നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അത്രത്തോളം ഉള്ള ഒരു സെപ്പറേഷനാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സെപ്പറേഷൻ എനർജി നിങ്ങളെക്കാളേറെ അവരെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ്, അത് ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധവുമായതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ സോൾവ് ആകാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. ഒരു 21 ഡേയ്സ് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടിയെന്ന് വരില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്തു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഈവൻ അതൊരു 21 ഡേയ്സിലെങ്കിലും നിങ്ങളത് കണ്ടിന്യൂസ് ഈ ഒരു അഫർമേഷൻ, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലവത്താകും. അതിനുള്ള ഒരു അനുകൂല സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നത് ഈ ഒരു സെപ്പറേഷനിലാണ്. നിങ്ങൾ 2 പേർക്കും ആ ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. ഒന്നിച്ച് ചേരാനായിട്ട് 2 പേരുടെ ഹൃദയവും അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് എന്നാൽ മാത്രമേ നിങ്ങളുടെ 2 പേരുടെയും ലൈഫിന് ആ ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ. അതുവരെയും നിങ്ങളിങ്ങനെ 2 പേർക്കും ആ ഒരു സങ്കടം ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ ഈറാൻ അറിയാത്ത ദിവസങ്ങളില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിനകത്തൊരു ഭാരം പോലെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും അത്രത്തോളം ദുഃഖിക്കുന്നുണ്ട്. പുറമേ അവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, പക്ഷേ നൈറ്റ് ടൈംസിൽ അവർ കൂടുതലായിട്ട് ആ ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. സോ നിങ്ങൾക്കും ആ ഒരു നൈറ്റ് ടൈമിൽ കൂടുതലായിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നൊരു സമയമാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ എത്രത്തോളം അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.